അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമുക്ക് ജീവിതത്തിലും അതുപോലെ തന്നെ മരണത്തിന് ശേഷവും ഒരുപാട് ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. അത് നമ്മൾ അത്രത്തോളം ഒരു ഗൗരവത്തിലെടുക്കാത്ത കാര്യമാണ്. എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ ഓതുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ നോക്കൽ കൊണ്ട് നമ്മുടെ കണ്ണിന് ബറക്കത്താണ്. ഖുർആൻ ഓതൽ കൊണ്ട് നമ്മുടെ നാവിന് ബറക്കത്താണ്, നമ്മുടെ മനസ്സിന് ബറക്കത്താണ്. ആ ഖുർആൻ കേൾക്കുക എന്നുള്ളത് നമുക്ക് മനസ്സമാധാനം ലഭിക്കുന്നതാണ്. ആ ഖുർആൻ ഓതുക എന്നുള്ളത് നാളെ ആരാരുമില്ലാത്ത ആ ഇരുട്ടറയാകുന്ന ഖബറിൽ കിടക്കുമ്പോൾ ഖബറിൽ പ്രകാശമായിട്ട് നമുക്ക് കൂട്ടാളിയായിട്ട് വരുന്നതാണ്. അതാണ് നമുക്ക് ജീവിതത്തിലും മരണശേഷവും നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട് എന്ന് പറയാൻ കാരണം, നമ്മൾ എന്തെങ്കിലും ഒരു ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് സമയം ഖുർആൻ ഒന്ന് കേട്ടു നോക്ക്. ഒരു മൊബൈലിൽ ഖുർആൻ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കേട്ടു നോക്ക്. ആ ടെൻഷൻ മാറിയില്ല എങ്കിൽ ഞാൻ നിങ്ങളോട് ബാക്കി പറയാം. കാരണം അതൊക്കെ അനുഭവമാണ്. നമ്മൾ എന്തെങ്കിലും അത്രത്തോളം ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഖുർആൻ വെച്ചിട്ട് മൗനമായിരുന്ന് കേട്ടു നോക്ക്. നമ്മുടെ മനസ്സിന് അത്രത്തോളം സന്തോഷമുണ്ടാകുന്ന കാര്യമുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ബറക്കത്താണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ മുതലാളിയാണ്. എൻ്റെ മുതലാളി ഒരു ഫലസ്തീനിയാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ മുതലാളിയാണ്. എൻ്റെ മുതലാളി ഒരു ഒറിജിനൽ ഫലസ്തീനിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് വയസ്സുണ്ട്, ഏകദേശം 10-70 കൂടുതൽ വയസ്സുണ്ട്. അദ്ദേഹം ഇന്നും മാഷാ അള്ളാഹ് ഖുർആൻ ഓതുന്നത് കണ്ണട വെക്കാതെയാണ്, മൊബൈൽ നോക്കുന്നത് കണ്ണട വെക്കാതെയാണ്. അള്ളാഹു താല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കാഴ്ചശക്തിയും ഒക്കെ അള്ളാഹു താല അധികരിപ്പിച്ചു കൊടുക്കട്ടെ, നിലനിർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം എന്നോട് ഇടയ്ക്ക് ചോദിച്ചൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വന്നത്. അതാണ് ഞാൻ ഇവിടെ പറയാൻ വന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എടോ നിനക്കറിയോ ഞാൻ ഇത്രയും വയസ്സായിട്ട് എന്തുകൊണ്ട് കണ്ണട വെക്കുന്നില്ല എന്നുള്ളത്? ഞാൻ പറഞ്ഞു അറിയില്ല. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്നും പരിശുദ്ധ ഖുർആൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഓതാറുണ്ട്. അതിൻ്റെ ഫലമാണ് പടച്ച റബ്ബ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്താത്തത് എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, കണ്ണിന് ബറക്കത്താണ് ഖുർആൻ നോക്കി ഓതുക എന്നുള്ളത്. ഓതുമ്പോൾ അത് നാവിന് ബറക്കത്താണ്, അതുപോലെ തന്നെ ഖൽബിന് ബറക്കത്താണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആൻ കേട്ടാൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ തീരുന്നതാണ്. അതുപോലെ തന്നെ ഖബറിൽ നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പോൾ അവിടെയും ഈ ഖുർആൻ നമ്മളടുത്തേക്ക് വരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ സ്നേഹിക്കുന്ന, ഖുർആൻ ഒരുപാട് ഓതാൻ കഴിയുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉച്ചാസ് ക്രിയേഷൻ യൂട്യൂബ് ചാനൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്.